ആകുന്നു യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ ആത്മാവ് സാക്ഷ്യം പറയുന്നു. ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്. ആത്മാവ്, ജലം, രക്തം. ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. വായിച്ചോളൂ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ സാക്ഷ്യമുണ്ട്. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവനുള്ളിൽ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. മനോഹരമായൊരു പാസേജ് ആണ്. വിശദീകരണങ്ങൾ ഒരുപാട് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ ശരവേഗത്തിൽ അതിന്റെ വിശദീകരണങ്ങൾ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവശാസ്ത്രപരമായി വളരെയധികം ആഴങ്ങളുള്ള ഒരു പാസേജാണ് ഇത്. അതുകൊണ്ട് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല. ശരിക്കും ശ്രദ്ധിച്ചാലേ കഥ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു യേശു ക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും വന്നവൻ അല്ലേ. ആ യേശുവിൻ്റെ വരവിനെ കുറിച്ച്, ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ച് പറയുകയാണ്. യേശു ജഡത്തിൽ വെളിപ്പെട്ടു. അതിനെയാണ് നമ്മൾ രക്തത്തിൽ വന്നു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. യേശു വെള്ളത്തിൽ വന്നു എന്ന് പറയുന്നത് സ്നാനപ്പെട്ട് കയറുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, ഒരു ഭാഗത്ത് പരാജയം അല്ലെങ്കിൽ പിശാച്, ആ ഭാഗത്ത് മനുഷ്യൻ വീണ് കിടക്കുകയാണ്. മറു സൈഡിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് നമ്മെ വീണ്ടെടുത്ത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി വചനമായിരുന്ന ക്രിസ്തു ജഡത്തിൽ ഇപ്പുറത്ത് വന്ന് വെളിപ്പെട്ടു. അപ്പൊ ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ ജഡത്തിൽ വന്നതിന് ശേഷം വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് മനുഷ്യനോടുകൂടെ ചേരുകയാണ്. മനസ്സിലായോ? അതാണ് ദൈവമേശു ജഡമെടുത്ത് മനുഷ്യരോടുകൂടെ ചേർന്നു. എന്തിനാ? മനുഷ്യന്റെ പാപത്തിന് പരിഹാരം അടച്ച് മനുഷ്യനെ വീണ്ടെടുക്കാൻ. കണ്ടോ? അപ്പൊ നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി രക്തത്താലും ജലത്താലും വന്നവൻ അവൻ തന്നെ. സ്വതന്ത്രം. കാരണം ആദ്യ നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ മാനവകുലത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഒരു അമാന്തൽ ഉണ്ടായി. അവർക്കത് മനസ്സിലാക്കാൻ, യേശുവിനെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇത്തരത്തിൽ കൃത്യമായ എഴുത്ത് എഴുതേണ്ടി വന്നത്. വ്യത്യസ്ത ഉപദേശങ്ങൾ അവിടെ വന്നു, വ്യത്യസ്ത ആത്മാവ് വന്നു. യോഹന്നാൻ എടുത്തു പറയുന്നു, സത്യത്തിന്റെ ആത്മാവും വ്യാജത്തിന്റെ ആത്മാവും. അപ്പോൾ ഈ രണ്ട് ആത്മാവ് അവിടെ വ്യാപരിക്കുകയും യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ അല്ലാതാക്കി വിശദീകരിക്കുകയും ചെയ്തു എതിർ ക്രിസ്തുവിന്റെ ആൾക്കാര്. അപ്പോഴത്തേക്ക് യോഹന്നാൻ പറയാണ്, രക്തത്താലും ജലത്താലും വന്നവൻ അവൻ തന്നെ. അടുത്ത ഭാഗം 7 മുതലുള്ള വാക്യങ്ങൾ, 7, 8 വാക്യങ്ങളൊക്കെ യോഹന്നാന്റെ എഴുത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും പിന്നീട് എഴുതി ചേർത്തതാണ് എന്നുമൊക്കെ വാദമുണ്ട്. നമുക്കിപ്പോൾ വാദത്തിലേക്കൊന്നും തൽക്കാലം പോണ്ട. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. ആത്മാവ് സാക്ഷ്യം പറയാ. എന്ത് സാക്ഷ്യം പറയുന്നു? യേശു ദൈവപുത്രനെന്ന് ആത്മാവ് സാക്ഷ്യം പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? വളരെ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ. അടുത്ത പാസേജ്, സാക്ഷ്യം പറയുന്നത് 3 പേരുണ്ട്. ഇപ്പൊ ഒരാളെ കുറിച്ച് സാക്ഷ്യം 2 ആള് പറഞ്ഞാൽ അതിനെ ഉറപ്പിക്കാം കോടതിയിൽ. ഇവിടെ പറയുന്നു 3 പേര് സാക്ഷ്യം പറയുന്നു. എന്താണെന്ന്? യേശു ദൈവപുത്രനാണെന്ന് 3 പേര് സാക്ഷ്യം പറയുന്നു. അതാരാ 3 പേർ? നമ്പർ 1 ആത്മാവ്, നമ്പർ 2 ജലം, നമ്പർ 3 രക്തം. 3 പേര് സാക്ഷ്യപ്പെടുത്തുകയാണ് യേശു ദൈവപുത്രനാണ്, യേശു സാക്ഷാൽ ദൈവമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ 3 പേര് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 3 പേര് സാക്ഷികളാണ്. എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നു എന്നതിന് ഞാൻ സാക്ഷിയാണെന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവും രക്തവും വെള്ളവും യേശു ദൈവപുത്രനാണെന്നതിന് സാക്ഷിയാണ്. മനസ്സിലായോ? സംഭവം നടന്നതിന്റെ ദൃക്സാക്ഷി എന്ന് നമ്മൾ പറയുന്നത് പോലെ സാക്ഷ്യം. ഇനി ആ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അതിന്റെ ആ ടെർമിനോളജീസ് പെട്ടെന്ന് പിടികിട്ടില്ല, വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ യേശു ദൈവപുത്രനാണ് എന്നതിന്റെ സാക്ഷികൾ, ഐ വിറ്റ്നസ്, ദൃക്സാക്ഷികൾ 3 പേരാണ്. ആത്മാവ്, വെള്ളം, രക്തം. ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം
9, 10, 11 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കൂ. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് വന്നു യോഹന്നാൻ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ അവിടെ ആര് വന്നു? ആദ്യം വരുന്നത് ആകാശം പിളരുന്നതും ആദ്യം വരുന്നത് ആരാണ്? ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരിക, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. അപ്പൊ ഇപ്പൊ ആരൊക്കെ ഉണ്ട്? യേശു ഇറങ്ങി നിൽക്കുന്നത് വെള്ളത്തിലാണ്. അപ്പൊ വെള്ളമുണ്ട്. 2, പരിശുദ്ധാത്മാവ് ഇറങ്ങി ഇപ്പൊ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവുണ്ട്. പിന്നെ യോഹന്നാനും ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്, അത് നമുക്ക് തൽക്കാലം വേണ്ട. അപ്പൊ യേശു ഇറങ്ങി നിൽക്കുന്നത് വെള്ളത്തിലാണ്, പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. അപ്പൊ രണ്ടുപേരുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. അടുത്ത വാക്യം വായിക്കും. നീ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അല്ലെ? 2 വാക്യം കൂടി നിങ്ങൾക്ക് മറിച്ചാൽ അറിയാം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-17, ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 20-21. സെയിം പാസേജ് ആണ്, 3 പേർ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്ക് അത് വായിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ ഈ 3 ഇടങ്ങളിലായി, സമവീക്ഷണ സുവിശേഷങ്ങളിലെ 3 ഇടങ്ങളിലായി ഈ 2 പേര് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ യേശു നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നു. ഉടനെ കമാൻഡ് മുകളിൽ നിന്ന് വരിക, ഇവൻ എന്റെ പുത്രനാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഡിക്ലെയർ ചെയ്യാണ്, ഇവൻ എന്റെ പുത്രനാണ്. അതിനാര് സാക്ഷി? ആത്മാവ് സാക്ഷി, വെള്ളവും സാക്ഷി. പിടി കിട്ടിയോ നിങ്ങൾക്ക്? സംഭവത്തിന്റെ അർത്ഥം പിടി കിട്ടിയല്ലോ. അപ്പം പരിശുദ്ധാത്മാവും വെള്ളവും സാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മളും വെള്ളത്തിൽ ഇറങ്ങി പൊങ്ങുമ്പോൾ വെള്ളം സാക്ഷിയാണ്. എന്തോന്ന്? നമ്മൾ ദൈവ മക്കളായി, ദൈവപുത്രനോട് ചേർന്നിരിക്കുന്നു. യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ ദൈവപുത്രനോട് ചേരുമ്പോ നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തരേണ്ടതായിട്ടുണ്ട് സാക്ഷ്യമായി. സ്വതന്ത്രം വെള്ളം നമുക്ക് സാക്ഷിയാവും. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ പ്രവൃത്തി 1:8 പറയുന്നത് നാം എന്ത് ചെയ്യും? അവന്റെ സാക്ഷികളാകും. രക്തമൊഴിച്ച് സാക്ഷിയാവുമെന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ രക്തമൊന്നും ഇപ്പം അങ്ങനെ ഒഴിക്കത്തക്ക രീതിയിൽ സാക്ഷിയാവൂല. മാക്സിമം നമ്മൾ മൈക്കിട്ടെടുത്ത് വന്ന് സാക്ഷി പറയും, അല്ലേ? അവൻ നല്ലവനും വല്ലവനുമായിരുന്നു, വരാമായിരുന്ന ആപത്തനത്തകളിൽ നിന്നെല്ലാം വിടുവിച്ചു. എനിക്ക് പറഞ്ഞതുപോലെ നേരെ ജീവിക്കാൻ പറ്റിയില്ല, ഞാൻ പഴയതുപോലെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ പിന്നെ ഉള്ള ജോലി പ്രാർത്ഥിക്കുക തന്നെയാണ്, അവരുടെ പിന്നെ ഉള്ള ജോലി പഴയതുപോലെ തന്നെയാണ്. സ്തോത്രം. ഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പെട്ടെന്ന് അങ്ങ് ക്ഷീണിച്ചു പോവാണ്, അല്ലേ? സാരമല്ല, ഇപ്പൊ ശരിയാക്കാം. അപ്പോ 2 പേര് സാക്ഷ്യം പറയാം. വെള്ളം സാക്ഷ്യം പറയുന്നു, ആത്മാവ് സാക്ഷ്യം പറയുന്നു. ഇതുപോലെ അപ്പൊ യേശു ദൈവപുത്രനാണെന്ന് സാക്ഷി പറയുന്നത് ഇവർ 2 പേരാണ്. നമ്മൾ ദൈവപുത്രരാകുമ്പോൾ, ദൈവമക്കളാകുമ്പോൾ ഈ സെയിം സാക്ഷ്യം വരികയാണ്. കിട്ടുന്നുണ്ടല്ലോ? സെയിം സാക്ഷ്യം നമുക്ക് റിട്ടേൺ വരികയാണ്. ഓക്കെ, ഇനി അടുത്ത സാക്ഷ്യത്തിലേക്ക് നമ്മൾ പോകും. ഒരു വാക്യം കൂടി യോഹന്നാനിൽ നിന്ന് വായിച്ചേച്ചും വെച്ച് പോവാം. യോഹന്നാൻ 1:32 വായിക്കും. യോഹന്നാൻ 1:32. ഞാൻ പിന്നെ സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? യോഹന്നാൻ സാക്ഷി പറയുകയാണ്. എന്തുവാ? യേശു ദൈവപുത്രനാണെന്ന് യോഹന്നാൻ ആസ് എ പേഴ്സൺ യോഹന്നാൻ സാക്ഷി പറയുകയാണ്. എൻ്റെ അടുത്ത് നേരത്തെ മെസ്സേജ് തന്നിരുന്നു, ആരുടെ മേൽ നീ സ്നാനപ്പെടുത്തുമ്പോൾ ആരുടെ മേലാണ് പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി വരുന്നത്, ആ ആളാണ് ദൈവപുത്രൻ. ആ ആളാണ് വരാനിരിക്കുന്നവരെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കാനുള്ളത്, തീയാൽ സ്നാനം കഴിപ്പിക്കാനുള്ളത്. അതാ യോഹന്നാൻ അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് മത്തായി സുവിശേഷത്തിൽ പ്രസംഗിക്കുമ്പോൾ പുള്ളി പറയുന്നത്, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം നമ്മൾ കർത്താവിനെ വെള്ളത്തിൽ സാക്ഷിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മളെ തിരിച്ച്, കർത്താവ് അത് അപ്രൂവ് ചെയ്തു എന്നതിന്റെ തെളിവാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സ്നാനപ്പെടുത്തുന്നത്. ആത്മാവിനാൽ നമുക്ക് സ്നാനം തരുന്നില്ലെങ്കിൽ, ആത്മനദിയിൽ നമ്മൾ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നില്ലെങ്കിൽ, അന്യഭാഷയോടുകൂടി ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, കർത്താവ് നമ്മളെ സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഞാൻ പറഞ്ഞതിന്റെ ആഴം കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ തയ്യാറാകണം. അന്യഭാഷയിൽ കർത്താവിന് സ്തോത്രം ചെയ്യാൻ നമ്മൾ നമ്മളെ തന്നെ അനുവദിക്കണം. നമ്മൾ കർത്താവിനോട് ചേരാൻ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ കർത്താവിനോട് ചേർത്തു എന്നതിന്റെ ഉറപ്പായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുന്നത്, കൃപാവരങ്ങളെ നമ്മുടെ മേൽ പകരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ജീവിക്കുന്നത് ചുമ്മാ നോർമൽ മനുഷ്യനായിട്ടല്ല, പിന്നെ നമ്മൾക്ക് ഇവിടെ ജീവിക്കുക അല്ല ഉദ്ദേശം, അക്കരെ നാട്ടിൽ എത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. മാക്സിമം പേരെ അതിനുവേണ്ടി ഒരുക്കുകയാണ് ഉദ്ദേശം. അവിടെ നമ്മൾ ദൈവ മക്കളായി മാറുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനാണ് അധികാരം കൊടുക്കുന്നത്. ആയി എന്ന് പറഞ്ഞിട്ടില്ല, ആകുവാൻ അധികാരമാകുന്നതേ ഉള്ളൂ. ഇറ്റ്സ് വെർ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ കിടക്കുകയാണ് സാധനം.
പിന്നീടാണ് അങ്ങോട്ട് കിടക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ കയറിയിട്ടേ ഉള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ അടുത്ത ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകട്ടെ. ഇനി രക്തത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഞാൻ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു, ആത്മാവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു. നമ്പർ 2 ജലത്തിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി രക്തത്തിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് എനിക്ക് വേറെ 2 കാര്യം പറഞ്ഞ് പെട്ടെന്ന് എല്ലാം കൂടി തീർക്കേണ്ടത്. സ്തോത്രം. രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് വിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 22:44. പിന്നെ അവൻ പ്രാണവേദനയിലായി, പിന്നെ യേശു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവിടം തൊട്ട് യേശുവിന്റെ രക്തം സാക്ഷ്യം പറയാൻ തുടങ്ങുകയാണ്. യേശു ഗെത്സമനയിൽ പ്രാണവേദനയിലായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് തുള്ളി രക്തത്തുള്ളി പോലെ നിലത്ത് വീണു. അവിടം തൊട്ട് യേശുവിന്റെ രക്തം യേശു ദൈവപുത്രനാണെന്ന് സാക്ഷിക്കാൻ ആരംഭിക്കുകയാണ്. അവിടം തൊട്ടാണ് രക്തം പൊടിയാൻ തുടങ്ങുന്നത്. അവസാനം അവന്റെ വിലാപ്പുറം കുത്തിപ്പിളർന്ന് രക്തവും വെള്ളവും പുറത്ത് ചാടുന്നതോടുകൂടി അവസാന തുള്ളി രക്തവും പുറത്തേക്ക് പോകുന്നു. ഉടനെ തിരശ്ശീല മുകളിൽ നിന്ന് കീഴേക്ക് 2ആയി കീറുന്നു. അവിടെ നിന്ന് ജനം വിളിച്ചു പറയുന്നു, അവൻ ദൈവപുത്രൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ ശ്വാസത്തിൽ പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. ഇനി എൻ്റെ ചെറിയൊരു വിശദീകരണം ഞാൻ പറഞ്ഞു വിട്ടേക്കാം. നമ്പർ 1, യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത. നമ്മളിപ്പോൾ വായിച്ചു വെച്ച വാക്ക്, അവന്റെ രക്തം പ്രാണവേദനയിലായി പുറത്തേക്ക് വന്നു. ഞാനും നിങ്ങളും പ്രാണവേദനയിൽ പെടയുന്നതിന് പകരം കർത്താവ് പ്രാണവേദനയിലായി. നമ്പർ 2, ആ രക്തത്തിന്റെ പ്രത്യേകത. മത്തായി സുവിശേഷം 27-ാം അധ്യായം 4-ാം വാക്യം. മത്തായി സുവിശേഷം 27-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ, കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. പറയുന്നത് യൂദയാണ്. യേശുവിനെ ഒറ്റക്കൊടുത്തേച്ചും വെച്ച് തിരിച്ചു വന്നിട്ട് യേശുവിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ യൂദ പറയുകയാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തം കാണിച്ചു കൊടുത്തു. അപ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത കുറ്റമില്ലാത്ത രക്തം. സ്വത്രം. മറ്റാരുടെയെങ്കിലും രക്തം വെച്ച് സാക്ഷ്യപ്പെടുത്തിയാൽ നമുക്ക് ആ സാക്ഷ്യമായി അംഗീകരിക്കാൻ പറ്റത്തില്ല. മനസ്സിലാണ്ടോ? അതുകൊണ്ടാണ് അത് പറയാൻ സാധനം. വെള്ളം പാപമില്ലാത്തതാണല്ലോ, അതുകൊണ്ടാണ് വെള്ളം സാക്ഷി പറഞ്ഞാൽ നമ്മൾ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് ദൈവമാണല്ലോ, അപ്പോൾ പരിശുദ്ധാത്മാവ് സാക്ഷി പറഞ്ഞാൽ നമ്മൾ സ്വീകരിച്ചു. 3ാമത്തെ സാക്ഷ്യം രക്തമാണ്. അപ്പോൾ രക്തം സാക്ഷി പറയുമ്പോൾ ഞാൻ സാക്ഷി പറഞ്ഞാൽ എൻ്റെ രക്തമല്ലേ, എൻ്റെ രക്തം പാപമുള്ള രക്തമാണ്. ഞാൻ പറയുന്ന സാക്ഷ്യം എങ്ങനെ ശരിയായി വരണം? അത് ശരിയാവാനുള്ള സാധ്യതയില്ല. ഈ രക്തത്തിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കുകയാണ്. ഈ രക്തം നമ്പർ 1, ഇത് കുറ്റമില്ലാത്ത രക്തം. നമ്പർ 2, അതേ അധ്യായം തന്നെ 24-ാം വാക്യം വായിക്കേ. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കൺകെ കൈ കഴുകി ഈ നീതിമാന്റെ രക്തം. യേശുവിന്റെ രക്തത്തിന്റെ 2ാമത്തെ പ്രത്യേകത നീതിമാന്റെ രക്തം. റോമൻ ഗവർണർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു നീതിമാന്റെ രക്തം. അപ്പം 2 ഡിക്ലറേഷനായി. 1, യൂദ പറഞ്ഞ പാപികളെ പ്രസന്റ് ചെയ്തുകൊണ്ട് ഒരാൾ പ്രസന്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു യേശുവിന്റെ രക്തം കുറ്റമില്ലാത്ത രക്തം. 2, അവിടുത്തെ ഓഫീസേഴ്സിനെ എന്താ പറയാ പ്രതിനിധീകരിച്ചുകൊണ്ട് പീലാത്തോസ് പറയുകയാണ് നീതിമാന്റെ രക്തം, നീതിമാന്റെ രക്തം. സ്തോത്രം. അപ്പൊ 2 ഉറപ്പുകളായി കഴിഞ്ഞു. ഒരു വാക്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം വിടാം. 43-ാം വാക്യം വായിക്കേ. 42 തൊട്ടൊന്ന് വായിക്കേ. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവ് ആകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരട്ടെ. എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോട് കൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. യേശു ദൈവപുത്രൻ എന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുന്നു. യേശു ദൈവപുത്രൻ എന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു വാക്യം കൂടെ യേശു തന്നെ പറഞ്ഞതിന്റെ ഒരു വാക്യം കൂടെ വായിച്ചേച്ച്, ഞാൻ വാക്യം ഓടിച്ച് വായിക്കുന്നില്ല, നിങ്ങൾ ഖേദപ്പെടരുത്, ഉറങ്ങിപ്പോരുത് കേട്ടോ. അപ്പോൾ മത്തായി സുവിശേഷം 26:63 വായിച്ചേ. 26:63. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കാം, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന്, പിന്നെ അങ്ങോട്ട് പറക എന്ന്, ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. യേശു ഇത്രയൊക്കെ ചോദിച്ചു, ഒരുപാടൊക്കെ ചോദിച്ചു. അവരങ്ങനെ വിഷമിച്ച് വന്നപ്പോഴത്തേക്ക് യേശു പറയാ, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ഇതാണ് മറുപടി. പുരോഹിതൻ ചോദിക്കുകയാണ്, നീ ദൈവപുത്രനാണ്. ഇവന്മാരൊക്കെ പറഞ്ഞത് ശരിയാണോ? ഉള്ള കാര്യമാണോ? അപ്പം പുരോഹിതൻ അറിയത്തില്ല കേട്ടോ. പുരോഹിതന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു കൊടുക്കുക, അതെ ഇവന്മാർ പറഞ്ഞത് ശരിയാണെന്ന് മാത്രമല്ല, ഞാൻ ദൈവത്തിന്റെ അടുത്തിരിക്കുന്നത് നീ കാണും. അത് മാത്രമല്ല, ഞാൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി ഇറങ്ങി വരുന്നതും നീ കാണും. അപ്പോൾ ദൈവം വിധിക്കാൻ നിൽക്കുകയല്ലേ, കുപ്പായം വലിച്ചങ്ങ് കീറി.
ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി. കാരണം ഇനി ഞാൻ എന്തിനാണ് ഇത് വിട്ടോണ്ടിരിക്കുന്നത്? ഇവിടെ ദൈവപുത്ര ഭൂമി നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇതിട്ടോണ്ടിട്ട് കാര്യമല്ലോ. വാസ്തവത്തിൽ അദ്ദേഹത്തിലാണ് കീറിയത്. സംഭവം കഥ വേറെയാണ്. ഇയാൾ ഇനി ഉടുപ്പിട്ടോണ്ടിട്ട് കാര്യമില്ല അല്ലേ? ആ ഉടുപ്പിന്റെ പ്രോഗ്രാം കഴിഞ്ഞു. ആ ഉടുപ്പ് കുത്തി തച്ചിട്ടാണ് പിന്നെ അവർ മറ്റേ കറുത്ത കെട്ടം കൂടെ ഇട്ടോണ്ട് നിൽക്കുന്നത്. കാരണം ഇത് കീറിപ്പോയില്ലേ അല്ലേ? അതിനിപ്പോ പുരോഹിതന്മാരിപ്പോ കെട്ടുകൊണ്ടോണ്ട് നിൽക്കുകയാണ്. ഇതിന്റെ ഒരു ആവശ്യമില്ല. ആദ്യത്തെ ആ പുരോഹിത കീറി കളഞ്ഞതാണ്. നീ ദൈവപുത്രനെ ഞാനെന്തിനാണ് സ്വതന്ത്രം വായിക്ക്. ഇവൻ ദൈവദൂഷണം പറഞ്ഞു. അയാൾ പറയാം ദൂഷണം പറഞ്ഞതാ പറഞ്ഞ വായിക്കേ. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു യോമാരി ഇവൻ ഈ പറഞ്ഞതിന് വായിക്കേ. അവൻ മരണയോഗ്യൻ എന്നവർ അവൻ മരണയോഗ്യൻ. കാരണം നമുക്ക് വേണ്ടി മരിക്കാൻ വന്നവനായതുകൊണ്ട് അവൻ മരണയോഗ്യൻ എന്ന ഭാഗം അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ യേശുവിന്റെ രക്തത്തെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്പർ 1 നമ്മൾ പറഞ്ഞത് സാക്ഷി 3 പേരാണ് പറയുന്നത്. ആത്മാവ് സാക്ഷി പറഞ്ഞു, വെള്ളം സാക്ഷി പറഞ്ഞു, കുറ്റമില്ലാത്ത നീതിമാന്റെ രക്തമായ യേശുവിന്റെ രക്തം സാക്ഷി പറയുന്നു. റൈറ്റ്? ദൈവപുത്രനായ ക്രിസ്തു സാക്ഷി പറഞ്ഞു, യോഹന്നാൻ സാക്ഷി പറഞ്ഞു. ഇതെല്ലാം എക്സ്ട്രാ ആണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ്. താഴേക്ക് വരാം. ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 46. ലൂക്കോസ് വിശേഷം 23:46. യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. അപ്പൊ പിതാവിന്റെ കയ്യിലേക്ക് ആത്മാവിനെ തിരിച്ചു കൊടുത്തുകൊണ്ട് ഒടുവിലത്തെ തുള്ളി രക്തം വരെ ഊറ്റുകയാണ്. അതോടുകൂടി പിതാവ് അത് സ്വീകരിക്കുന്നു. പിതാവ് സ്വീകരിക്കുന്നതോടുകൂടി രക്തം സാക്ഷ്യപ്പെടുത്തുന്നു യേശു ദൈവപുത്രനാണ്. പ്രാണനെ വിട്ട ഉടൻ സംഭവിക്കുന്ന എന്താണ്? കല്ലറകൾ. ഈ സംഭവിച്ച ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. ഈ മനുഷ്യൻ വാസ്തവമായി ദൈവത്തിന്റെ പുത്രനായിരുന്നു. മനസ്സിലുണ്ടോ? അവിടെ പറയുന്ന ദൈവത്തിന്റെ പുത്രൻ എന്നല്ല. മത്തായി സുവിശേഷം 27:54 അത് പറയുന്നത്. മത്തായി 27:54 ഇപ്പൊ വായിക്കണമെന്നില്ല. എന്ന് പറഞ്ഞാൽ യേശു അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റി തന്റെ പ്രാണനെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ കർത്താവ് അത് സ്വീകരിക്കുന്നു. രക്തം സാക്ഷ്യപ്പെടുത്തുന്നത് ശതാധിപൻ വിളിച്ചു പറയുന്നു ഇവൻ ദൈവപുത്രനായിരുന്നു. പ്രോഗ്രാം പിടികിട്ടിയോ? പിടികിട്ടി കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇൻ ഷോർട്ട്, ക്രിസ്തു വെള്ളത്തിൽ ഇറങ്ങി നിൽക്കും. ക്രിസ്തു നമ്മെ നേടാൻ വേണ്ടി രക്തത്താൽ എന്ന് പറഞ്ഞാൽ ജഡത്തിൽ വെളിപ്പെട്ടു. ക്രിസ്തു നമ്മെ നേടാൻ വേണ്ടി വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറി, രക്തത്താലും വെള്ളത്താലും. ഇനി യേശു ദൈവപുത്രൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് 3. ആത്മാവ് സാക്ഷ്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആത്മാവ് കണ്ടു. പിതാവ് വിളിച്ചു പറയുന്നത് ഇവൻ എൻ്റെ പുത്രൻ എന്ന് പിതാവ് ഏറ്റു പറയുന്നത് ആത്മാവ് കണ്ടു. പിതാവ് യേശുവിനെ എൻ്റെ പുത്രൻ എന്ന് ഏറ്റു പറയുന്നത് വെള്ളം കണ്ടു. പിതാവ് എൻ്റെ പുത്രനാണ് ഇവനെന്ന് ഏറ്റു പറയുന്നത്, അല്ലെങ്കിൽ പുത്രനെ പിതാവെ നിന്റെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഏറ്റു പറയുന്നത് രക്തം കണ്ടു. ോ ഈ 3 പേര് സാക്ഷിയായിട്ട് നിൽക്കുകയാണ് യേശു ദൈവപുത്രനാണ്. ഇതിലേറ്റവും ഗൗരവമേറിയത് തൊട്ടടുത്ത വാക്യത്തിൽ പറയാണ് ദൈവം. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വാ, അടുത്ത വാക്യം വായിക്കൂ. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. ആത്മാവ്, ജലം, രക്തം, ഈ 3ന്റെ സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകും. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ. മനുഷ്യരാരൊക്കെ പറഞ്ഞു? യോഹന്നാൻ പറഞ്ഞു, പീലാത്തോസ് പറഞ്ഞു, നമ്മുടെ ശതാധിപൻ പറഞ്ഞു, ഇവരെല്ലാം പറഞ്ഞു യേശു ദൈവപുത്രനാണെന്ന്. റൈറ്റ്? മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അധികം അല്ലേ? ഇപ്പൊ മനുഷ്യനും ദൈവവും അല്ലാതെ ഇവിടെ 2 പേര് സാക്ഷി പറഞ്ഞു. ആരൊക്കെ? ജലവും രക്തവും. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് സാക്ഷി യേശു പറഞ്ഞു, ആത്മാവ് പറഞ്ഞു. അടുത്തതാണ് പ്രധാനം, ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് സാക്ഷ്യം വന്നു. ദൈവം പറഞ്ഞു ഇവൻ എൻ്റെ പുത്രനാണ്. എത്ര വാക്യങ്ങളൊന്നും ഉണ്ടോ? ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെയാണ് ഇസ്ലാം എന്നൊരു മതം ഉണ്ടായിരിക്കുന്നത്. ഇസ്ലാം എന്ന മതത്തിന്റെ വരവ് ഈ മുഴുവൻ അവകാശവാദങ്ങളെയും തള്ളിക്കൊണ്ടാണ്. മനസ്സിലായോ? യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കാതെ അവർ വന്നാലേ അവർക്ക് മാക്സിമം ജനത്തെ നരകത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് അവർ ഭംഗിയായി ചെയ്യുന്നു. നമ്മുടെ ജോലി എന്താണ്? സത്യത്തെ മാക്സിമം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് അല്ലേ? ആരെങ്കിലും കുറെ കള്ളനോട്ട് അടിച്ചു എന്ന് പറഞ്ഞ് റിസർവ് ബാങ്ക് അടി നിർത്തിയാലോ അല്ലേ? റിസർവ് ബാങ്ക് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല, ഇവിടെ നോട്ടല്ല ഇഷ്ടം പോലെയായി എന്ന് പറഞ്ഞ് നടക്കുകയല്ല. അവരുടെ പരിപാടി എന്താണ്? പെട്ടെന്ന് കള്ളപ്പണം തിരിച്ചു പിടിക്കുക, തെറ്റായതിനെ പിടിച്ചു പിടിക്കുക, ഫേക്ക് കറൻസിയെ തിരിച്ചു പിടിക്കുക. പിടിച്ചില്ലെങ്കിൽ ആ രാഷ്ട്രത്തിന് തന്നെ നിലനിൽപ്പില്ല. അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി
സത്യം കൃത്യമായി വിളിച്ചു പറയുക. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗമാണ്. അത് ചെയ്തേ തീരൂ. അല്ലാതെ വല്ല നുള്ളിപ്പിറക്കി തിന്നുകൊണ്ട് ചുരുണ്ടിടുന്ന് ഉറങ്ങാനല്ല കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുകയാണ്. കർത്താവ് ദൈവപുത്രൻ എന്ന് വിളിച്ചു പറയുകയാണ് നമ്മുടെ ജോലി. അത് നമ്മൾ ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്യണം. അതാണ് നമ്മളെന്ന് പറഞ്ഞ വാക്യം. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, എനിക്ക് തള്ളാനായിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കര വേലയായിരുന്നു. ആ തള്ളൊന്നും വേണ്ട. നിർബന്ധം എൻ്റെ മേൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. നിർബന്ധം ഉള്ളതുകൊണ്ടാണ് മെസ്സേജ് കണ്ട ഉടനെ സിദ്ധാർത്ഥ ബ്രദർ അവിടെ നിന്ന് ഓടി എത്തിയത്. ഈ മല മുഴുവൻ ഓടി ഇറങ്ങി നടന്നു അല്ലേ? സതീഷ് ബ്രദറൊക്കെ ഈ പിള്ളേരൊക്കെ ഇവിടെ അല്ലേ മല എല്ലാം കയറി ഇറങ്ങി അയ്യോ വെയിൽ കൊണ്ടുപോകും അല്ലേ? കാരണം നിർബന്ധം കിടക്കുന്നുകൊണ്ടാണ്. അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നമുക്കിവിടെ വേറെ പരിപാടികളുണ്ട്. നമുക്ക് ഭയങ്കര പരിപാടി, 300 രൂപ അല്ലെങ്കിൽ 500 രൂപ എന്തോത്തിനാണ്? ലോൺ പലിശ അടയ്ക്കുക, അല്ല എന്തോ ചെയ്യാനാ? സ്വതന്ത്രം. സ്വർഗരാജ്യത്തിൽ കുറച്ച് നിക്ഷേപമൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഭാര്യ മൂടിക്കിടന്ന് ഉറങ്ങരുത്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്, തിരിച്ചു വരികയാണ്. അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് തിരിച്ചു വരികയാണ്. 3 സാക്ഷ്യം. ഇനി അപ്പൊ യേശു ദൈവപുത്രനാണേ. നമ്മൾ എന്താവുകയാണ്? ദൈവ മക്കളാവാൻ പോവുക. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിലാവുമ്പോഴാണ് നമ്മൾ ദൈവ മക്കളാകുന്നത്. അതിൻ്റെ റോഡാണ് ഇനി പ്രസംഗിക്കാൻ പോകുന്നത്. ഇനിയാണ് ഒറിജിനൽ പ്രസംഗം. നമ്മൾ ഇതുവരെ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഒറിജിനൽ പ്രസംഗം നമുക്ക് 3 മിനിറ്റ് കൊണ്ട് തീർക്കണം.